Morning. Good morning, sir. മുമ്പ് ക്ലാസ് ഏതായിരുന്നു? Sir, manufacturing process. രണ്ട് ബാച്ചും കമ്പൈൻഡ് ആയിരുന്നു അത്? എയും ബിയും കമ്പൈൻഡ് ആയിരുന്നു? Yes, sir. അതെടുത്ത് എയും ബിയും കമ്പൈൻഡ് ആയിട്ടായിരുന്നു. അല്ല, ഞാൻ ലാസ്റ്റ് എനിക്ക് ഫസ്റ്റ് അവർ ഉണ്ടായിരുന്നത് 8:30 ക്ലാസ് എ ബാച്ച് ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് ചോദിച്ചപ്പോൾ 9:30 ആണെന്ന് പറഞ്ഞത്. 9:30 അവർക്ക് മാനുഫാക്ചറിംഗ് ആണെന്ന് പറഞ്ഞു. നിങ്ങളും പറയുന്നത് സാറേ, ഞങ്ങൾക്ക് 8:30 ആയിരുന്നു മാനുഫാക്ചറിംഗ് പ്രോസസ്. 9:30 ഫ്ലൂയിഡ് മെക്കാനിക്സ് ഫ്ലൂയിഡ് മെക്കാനിക്സ് അല്ല, തെർമോഡൈനാമിക്സ് ആയിരുന്നു. ബട്ട് തെർമോഡൈനാമിക്സ് സാർ ക്ലാസ് എടുത്തില്ല. ഞങ്ങൾക്ക് 9:30 ക്ലാസ്സിൽ മാനുഫാക്ചറിംഗ് പ്രോസസ് ആയിരുന്നു എടുത്തത്. കമ്പൈൻഡ് ആയിട്ടായിരുന്നു അത്. എന്തായി നിങ്ങളുടെ മറ്റു സബ്ജക്റ്റുകളൊക്കെ നമ്മളെക്കാട്ട് മുമ്പോട്ട് ചാടി പോയോ? സർ പാർഡൻ സാർ, കേട്ടില്ല സർ. മറ്റു സബ്ജക്റ്റുകളുടെ സ്റ്റാറ്റസ് എന്താണ്? എത്രത്തോളമായി? സർ ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ മാത്രം തെർമോഡൈനാമിക്സിന്റെ സാർ ഫസ്റ്റ് മോഡ്യൂൾ വരുന്നത് സെക്കൻഡ് സ്റ്റാർട്ടായി. ഫസ്റ്റ് മോഡ്യൂള് സ്ലോട്ട് വിട്ടോ? എടുത്തില്ല? തെർമോഡൈനാമിക്സ് ഫസ്റ്റ് മോഡ്യൂൾ കഴിഞ്ഞോ? അത് എടുത്തില്ല എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ്. ചെറിയ ചാപ്റ്ററാണോ? ചെറിയ മോഡ്യൂളാണോ? ശകലം കോർ ടോപ്പിക്സ് ഉള്ള ചാപ്റ്ററാ. സാർ ഇച്ചിരി ഫാസ്റ്റാ പോയത്. മറ്റു സബ്ജക്റ്റുകളൊക്കെ ഫസ്റ്റ് മോഡ്യൂൾ നിൽക്കുകയാണ് അല്ലെ? നമ്മൾ ഇത്തിരി സ്ലോവിലാണ് പോകുന്നത്. നമ്മുടെ പേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്റർ കുറച്ചധികം ഉണ്ട്. ഫസ്റ്റ് മോഡ്യൂൾ കുറച്ച് നേരത്തെ 2 മോഡ്യൂളായിട്ടുള്ള പോർഷൻസ് ഒക്കെ ഇപ്പൊ 6 മോഡ്യൂളായിരുന്നു നിങ്ങളുടെ സീനിയേഴ്സിന്. ഇതിപ്പോ 5 മോഡ്യൂളാക്കിയപ്പോൾ കുറച്ച് കംപ്രസ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോ ഫസ്റ്റ് മോഡ്യൂളിൽ കുറച്ചധികം ടോപ്പിക് ഉള്ളു വന്നിട്ടുണ്ട്. അതാണ് ഇത്തിരി ലെങ്തി ആയിട്ട് പോകുന്നത്. മാത്രമല്ല എനിക്ക് ഒന്ന് ഒത്തിരി സ്ലോ പേസിലാണ് ഞാൻ പോകുന്നത്. സാറേ, സാറിന്റെ സ്പീഡ് വെച്ച് ഞങ്ങൾക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾക്കത് ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. തെർമോഡൈനാമിക്സ് ഇച്ചിരി ഓവർ സ്പീഡില്ല. സാറ് സ്ലോയിലാന്ന് തോന്നുന്നില്ല അങ്ങനെ. അത് നിങ്ങൾ സാറിനോട് പറയൂ, നിങ്ങൾക്ക് അത് കുഴപ്പമില്ല. അത് നിങ്ങൾ ഈ ഓൺലൈൻ ആകുമ്പോഴുള്ള ഒരു പ്രശ്നം അതാണ്. എങ്ങനെ കാരണം പലപ്പോഴും നമുക്ക് വൺ വേ ട്രാഫിക് പോലെയാണ് തോന്നുന്നത്. ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലും പലപ്പോഴും റെസ്പോൺസ് വളരെ സ്ലോയിലാണ് വരുന്നത്. നിങ്ങളുടെ റിപ്ലൈ കിട്ടുന്നത്. അപ്പോൾ ഇൻ കേസ് അത് വൺ വേ കമ്മ്യൂണിക്കേഷൻ പോലെ പോവുകയാണ്. നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് ആകുമ്പോൾ നേരിട്ട് നിങ്ങൾ കാണുവാണ്. അത് പറയുന്ന കാര്യങ്ങൾ ഒരു സ്റ്റുഡൻറ്റിൽ എത്രത്തോളം റീച്ച് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കുറച്ച് ഐഡിയ അവിടെ നിന്ന് കിട്ടും. ഓൺലൈൻ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് നിങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണം. ഞാൻ തന്നെ എടുക്കുന്നത് എൻ്റെ ക്ലാസ്സിൽ തന്നെ പലപ്പോഴും അസംഷൻ എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള രീതിയിൽ ഞാൻ മുമ്പോട്ട് പോകും. നിങ്ങളൊന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇൻകേസ് എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ തുടക്കത്തിൽ ഇങ്ങനെ സ്ലോവി പോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പൊതുവെ ഞാൻ ഇതുപോലെ തന്നെ ഓഫ്ലൈൻ ആണെങ്കിലും ഞാൻ ക്ലാസ് എടുക്കുന്നത് ഇതുപോലെ തന്നെ. തുടക്കത്തിൽ സ്പേസ് കുറവായിരിക്കും. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ സ്പീഡ് കൂടും. കാരണം എക്സാം ഒരു ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞല്ലോ, ഫസ്റ്റ് സീരീസ് ടെസ്റ്റ് കഴിയുമ്പോൾ പിന്നെ അങ്ങ് സ്പേസിലാണ് പോകുന്ന സാധാരണ ചെയ്യുന്നത്. പൊതുവെ ഫസ്റ്റ് മൊഡ്യൂളുകളെല്ലാം ഇതിന്റെ കുറച്ചധികം കണ്ടന്റും കാണും. അതും വേറൊരു ഇതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണെങ്കിലും ഫസ്റ്റ് നിങ്ങളുടെ തേർഡ് സെമിസ്റ്ററിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഫസ്റ്റ് മൊഡ്യൂൾ കുറച്ചധികം ഉണ്ട്. സെക്കൻഡ് യൂണിറ്റ് ഒക്കെ പിന്നെ കമ്പാരിറ്റീവ്ലി കണ്ടന്റ് കുറവാണ്. അതുപോലെ തന്നെ ഈ ഫ്ലൂയിഡ് മെഷീനറിയും വന്നേക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് ഈ സ്പീഡിൽ പോവാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയാം. ഓക്കെ സാർ. ഓക്കെ. 27 പേര് നമ്പർ കാണിക്കുന്നുണ്ട്. എത്ര പേരുണ്ട് തൊണ്ടെന്നുള്ളത് ആക്ച്വലി 25. ഇതില് എന്റെ തന്നെ 2 പേര് കാണും. ഓക്കെ, ബാക്കിയുള്ളവർ അവിടെ പോയി. ക്ലാസ്സിൽ കയറാതെ ഒത്തിരി പേരുണ്ടോ ഇതിൻ്റെ അകത്ത്? ഓക്കെ, ലെറ്റ് us join. അപ്പൊ നമ്മൾ കഴിഞ്ഞ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇന്ന് എ ബാച്ചിന്റെ ഈ പോർഷൻ അതുകൊണ്ട് കുറെ മുമ്പോട്ട് പോയി. വെൽക്കം ടർബൈൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത്
അവരുടെയും കേസിലാണ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച ടോപ്പിക് അവിടെ വെച്ച് എന്ത് ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ തുടക്കത്തിലുള്ള ലാഗാണ്. 8:30 ക്ലാസ്സിന് എനിക്ക് മിക്കവാറും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന 8:40 ഒക്കെ ആവുമ്പോഴാണ്. 10 മിനിറ്റ് കഴിയുമ്പോഴൊക്കെ ഉള്ളൂ സ്റ്റുഡൻസ്. അതും സ്ട്രെങ്ത് ഈ പറയുന്ന രീതിയിലേ കാണുള്ളൂ. ഓക്കെ, അണ്ടർസ്റ്റാൻഡബിൾ. 8:40 ഒരു 10 മിനിറ്റ് അങ്ങനെ പോകും. അതുകൊണ്ട് ഉദ്ദേശിച്ച രീതിയിൽ അവരുടെ അത് എൻഡ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. അത് നാളെ കൊണ്ട് കംപ്ലീറ്റ് ആവുള്ളൂ. ഇവിടെ നോക്കാം. നമുക്ക് ഈ പെൽറ്റൺ ടർബൈൻ ടോപ്പിക് അതിന്റെ തിയറി പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് അതിന്റെ ട്യൂട്ടോറിയൽ ചെയ്യാമായിരുന്നു. ഓക്കെ, സോ ലെറ്റ് us start the topic on Pelton wheel or Pelton turbine. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ടർബൈൻസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ടർബൈൻസിനെ നമ്മൾ ഡിഫറെന്റ് കാറ്റഗറി, ഡിഫറെന്റ് ക്രൈറ്റീരിയ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻസ് കണ്ടു. അതിലെ ഒരു മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് what was that classification based on the action of fluid on the rotor? How do you classify the turbines? Based on action of water on the runner or blade. The basic principle അനുസരിച്ച് രണ്ട് രീതി ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാണത്? Impulse turbine and reaction turbine. Impulse and reaction. അപ്പോൾ impulse turbine and reaction turbine ഇല്ല. Impulse turbine ആണ്. Pelton turbine is an example for the impulse turbine, whereas the Francis and Kaplan propeller turbine ഇതൊക്കെ പറയുന്നത് റിയാക്ഷൻ ടർബൈൻസ്. ആക്ച്വലി ഇമ്പൾസ് റിയാക്ഷൻ ടർബൈൻസ്. ഇമ്പൾസ് റിയാക്ഷൻ എന്ന് ഒരുമിച്ച് നമ്മൾ പറയണം. ബിക്കോസ് ഇമ്പൾസ് ആക്ഷൻ ഇസ് ദെയർ വെദർ ഇറ്റ് ഈസ് എ റിയാക്ഷൻ ടർബൈൻ. ബട്ട് അവിടെ റൊട്ടേഷൻ കോസ് ചെയ്യുന്ന അഡീഷണൽ അവിടെ ഡൊമിനന്റ് ആയിട്ട് വരുന്നത് റിയാക്ഷൻ എന്നുള്ളതാണ്. അതെന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞു. ഐ വിൽ മേക്ക് ഇറ്റ് വൺസ് മോർ. അപ്പൊ ഇമ്പൾസ് ടർബൈൻസ് എന്ന് പറയുന്നത് എന്താണ്? വേർ വി ഹാവ് എ എനർജി ട്രാൻസ്ഫോർമേഷൻ ഫ്രം ഹൈഡ്രോളിക് ടു കൈനറ്റിക് എനർജി ഇൻസൈഡ് ദ നോസിൽ. അല്ല, നമ്മൾ ഒരു ഹൈഡ്രോളിക് പവർ പ്ലാന്റിന്റെ സ്കീമാറ്റിക് ഡയഗ്രം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കാണിച്ചു. അവിടെ എന്താണ് റിസർവയർ ഡാമിൽ നിന്ന് വരുന്ന, ഡാമിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഫ്ലൂയിഡിനെ പവർ ഹൗസിലോട്ട് കൊണ്ടുവരുന്നത് പെൻസ്റ്റോക്സ് വഴിയാണ്. പെൻസ്റ്റോക്സിന്റെ എൻഡിൽ വി ഹാവ് എ നോസിൽ പ്രൊവൈഡഡ്. ദ പർപ്പസ് ഓഫ് ദ നോസിൽ ഇസ് ടു ആക്സിലറേറ്റ് ദ ഫ്ലോ, അല്ലെങ്കിൽ അതിനെ എക്സ്പാൻഡ് ദ ഫ്ലോ. ഫ്ലോയെ ആക്സിലറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വാട്ട് യു ഗെറ്റ് അറ്റ് ദി ഔട്ട്ലെറ്റ് ഓഫ് ദ നോസിൽ ഈസ് എ ഹൈ കൈനറ്റിക് എനർജി ജെറ്റ്. ഈ ഹൈ കൈനറ്റിക് എനർജി ഉള്ള ജെറ്റ് ആണ് വന്ന് ജെറ്റിന്റെ നെക്സ്റ്റ് എവിടെ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്? ദാറ്റ് വിൽ സ്ട്രൈക്ക് ദി റണ്ണർ. റണ്ണർ എന്ന് പറയുന്നത് ടർബൈന്റെ റൊട്ടേറ്റിംഗ് പാർട്ട്. സോ thereby transferring the power, thereby imparting the power to the wheel which will be rotating. അപ്പൊ ഇമ്പൾസ് അതാ ആക്ഷനാണ് നമ്മൾ ഇമ്പൾസ് ആക്ഷൻ എന്ന് പറയുന്നത്. ഹൈ ഇമ്പൾസീവ് ഫോഴ്സ് ആണ് അവിടെ ഇമ്പാർട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഇമ്പൾസീവ് ഫോഴ്സ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ റൊട്ടേഷൻ ഓഫ് ദി റണ്ണർ. അപ്പൊ അവിടെ എൻറ്റയർ ആക്ഷൻ, അതായത് എനർജി ട്രാൻസ്ഫർ, ഈ ടർബൈൻ്റെ അകത്തുള്ള എനർജി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇമ്പൾസ് ആക്ഷൻ ആണ്. പിന്നെ വേറൊരു വ്യത്യാസം നമ്മൾ പറയുന്നത്, വേറൊരു കാര്യം പറഞ്ഞത്, റിയാക്ഷൻ ഇമ്പൾസ് ടർബൈൻസിന്റെ കേസിലാണെങ്കിൽ ദ എൻറ്റയർ പ്രോസസ് ടേക്സ് പ്ലേസ് അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതിന്റെ അകത്ത്, റണ്ണറിന്റെ അകത്ത്, അല്ലെങ്കിൽ ഈ റണ്ണറിനെ കവർ ചെയ്തിട്ട് ഒരു കേസിംഗ് ഉണ്ട്. ആ ചേമ്പറിന്റെ അകത്തെ പ്രഷർ, റണ്ണർ ഈസ് എക്സ്പോസ് ടു ദി അറ്റ്മോസ്ഫിയർ. അപ്പൊ അതിന്റെ അകത്തെ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ദർ ഈസ് നോ പ്രഷർ ചേഞ്ച് വിത്തിൻ ദി റണ്ണർ. ടർബൈന്റെ അകത്ത് പ്രഷറിലെ വ്യത്യാസമില്ല. പ്രഷർ റിമെയിൻസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക്. So that was the case with the impulse turbine. Whereas reaction turbine അവിടെ നോസിലല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ഗൈഡ് വെയിൻസ് കാണും. ഈ ഗൈഡ് വെയിൻസിന്റെ പർപ്പസ് ഓൾമോസ്റ്റ് ഈ നോസിൽ പോലെയുള്ള നോസിലിന്റെ ഫംഗ്ഷൻ അവിടെ പാർട്ടായിട്ട് വരും. അതായത് വെൻ ദി റിസർവയറിൽ നിന്ന് വരുന്ന, റിസർവയറിൽ സ്റ്റോർ ചെയ്തേക്കുന്ന വാട്ടർ ദാറ്റ് വിൽ ബി ബ്രോട്ട് ടു ദി പവർ ഹൗസ് ത്രൂ പെൻസ്റ്റോക്സ്, ദെൻ ഇറ്റ് വിൽ എൻറ്റർ ദി ഗൈഡ് വെയിൻസ്. ഗൈഡ് വെയിൻസ് എന്ന് പറയുന്നത് ഈ റണ്ണറിലോട്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് അഡ്ജസ്റ്റബിൾ, ദീസ് ഗൈഡ് വെയിൻസ് ആർ അഡ്ജസ്റ്റബിൾ. അപ്പൊ നമുക്ക് റിക്വേർഡ് ആംഗിൾ, റിക്വേർഡ് ക്വാണ്ടിറ്റി വാല്യൂ എന്ന് വെച്ചാൽ രണ്ട് ഗൈഡ് വെയിൻസ് ഉണ്ടെങ്കിൽ ഈ ഗൈഡ് വെയിൻസിന്റെ ഇടയിലുള്ള പാസേജ് വഴിയാണ് ഈ പറയുന്ന റണ്ണറിലോട്ട് ഇത് എൻ്റർ ചെയ്യുന്നത്. ദാറ്റ് പാസേജിന്റെ ഏരിയ നമുക്ക് വാരി ചെയ്യാം, അതിന്റെ ഗൈഡ് വെയിൻസിന്റെ പൊസിഷൻസ് മാറ്റിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ രണ്ട് ഗൈഡ് വെയിൻസ് തമ്മിലുള്ള ഏരിയ വി ക്യാൻ വാരി. സോ ദാറ്റ് ദി ക്വാണ്ടിറ്റി ദാറ്റ് വിൽ എൻറ്റർ ദ റണ്ണർ വിൽ വാരി. സോ ദെയർബൈ യു ക്യാൻ അഡ്ജസ്റ്റ് ദ റണ്ണർ പവർ. അപ്പൊ അവിടെ ഗൈഡ് വെയിൻസ് ആക്ച്വലി നമ്മൾ ഈ ഒരു ഇമ്പൾസ് ടർബൈനിൽ നോസിൽ എന്താണോ ഫംഗ്ഷൻ ചെയ്യുന്നത് അതുപോലെയുള്ള ഒരു ഫംഗ്ഷൻസ് ഗൈഡ് വെയിൻസിലും വരും. ദ ഫ്ലോ വിൽ പാർട്ട്ലി ഗെറ്റ് ആക്സിലറേറ്റഡ്. എൻറ്റയർ
പ്രഷർ എനർജി, അതായത് റിസർവയറിൽ നിന്നുള്ള വാട്ടറിന്റെ ഹൈഡ്രോളിക് എനർജി കംപ്ലീറ്റ് ആയിട്ട് ഗൈഡ് വെയിൻസിൽ കൺവേർട്ടഡ് ആവുന്നില്ല. എ പാർട്ട് ഓഫ് ദി എനർജി വിൽ ബി കൺവേർട്ടഡ് ടു കൈനറ്റിക് എനർജി. ദ റിമൈനിങ് പാർട്ട് വിൽ റിമെയിൻ ഇറ്റ്സെൽഫ് ഇൻ ദ ഫോം ഓഫ് പ്രഷർ എനർജി. ആ പ്രഷർ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ടഡ് ആവുന്നത് വെൻ ദ വാട്ടർ ഫ്ലോസ് ത്രൂ ദ റണ്ണർ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് റണ്ണറിൽ കൂടി ഫ്ലോ ചെയ്യുമ്പോൾ റിയാക്ഷൻ ടർബൈൻസിന്റെ കേസിൽ പ്രഷർ വേരി ചെയ്യുന്നു. ഇൻലെറ്റിലും എക്സിറ്റിലും പ്രഷർ ഡിഫറെന്റ് ആയി. ദാറ്റ് മീൻസ് ദ ഫ്ലൂയിഡ് ഗെറ്റ് expanded or get accelerated while flowing through the runner blades. അതുകൊണ്ട് ഇൻലെറ്റിലെ പ്രഷറിനെക്കാട്ടും ലോവർ പ്രഷർ ആയിരിക്കും എക്സിറ്റിലെ ടർബൈൻ ബ്ലേഡിന്റെ എക്സിറ്റിലെ റണ്ണർ ബ്ലേഡിന്റെ എക്സിറ്റിലെ പ്രഷർ. സോ ദർ ഈസ് പ്രഷർ ചേഞ്ച്. ആ പ്രഷർ ചേഞ്ച് എന്തിനു കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? റണ്ണറിൽ ഉണ്ടാകുന്ന പ്രഷർ ചേഞ്ച് എന്തിനു കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? റണ്ണറിന്റെ റൊട്ടേഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് that contribution is called reaction. അതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ഇമ്പൾസും കാണും. കാരണം ഗൈഡ് വെയിൻസിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് സ്ട്രൈക്കിംഗ് ദി റണ്ണർ, the water from the guide veins is striking with certain velocity. അപ്പോൾ അതിന്റെ ഒരു ഇമ്പൾസീവ് ആക്ഷൻ അവിടെ കാണും. along with that impulsive action the reaction pressure is acting on the runner. അതോ that part will be dominant. അപ്പോൾ ഇത് രണ്ടും ഉള്ളതുകൊണ്ട് നോർമലി നമ്മൾ റിയാക്ഷൻ ടർബൈൻസിന് ഇമ്പൾസ് റിയാക്ഷൻ ടർബൈൻസ് ഒന്നും നമ്മൾ പറയും. ബിക്കോസ് ബോത്ത് ദി ആക്ഷൻ ഇമ്പൾസീവ് ആക്ഷനും കാണും റിയാക്ഷൻ ആക്ഷനും കാണും. ബട്ട് മോർ ഡോമിനന്റ് ഈസ് റിയാക്ഷൻ പ്രഷർ. ആ നോസിൽ എങ്ങനെയാണ് ആക്ച്വലി ആ രീതിയിലുള്ള ഒരു ആക്സിലറേഷൻ എന്തായാലും ഗൈഡ് വെയിൻസിൽ വരില്ല. അപ്പോൾ അതാണ് ഇമ്പൾസ് ടർബൈനും റിയാക്ഷൻ ടർബൈനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് വരുന്നത്. നൗ ലെറ്റ് us today's discussion we will focus on the Pelton turbine. അപ്പോൾ Pelton turbine നമ്മൾ അതിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നത്. വന്നോ? Is it visible now? Hello? കാണാം സർ. ഓക്കെ. അപ്പോൾ പെൽറ്റൺ ടർബൈൻ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് രണ്ട് അതായത് ഇമ്പൾസ് റിയാക്ഷൻ ഇമ്പൾസ് കാറ്റഗറി എന്ന് പറയുന്നത് കൂടാതെ നമ്മൾ പറഞ്ഞു എന്താണ് പെൽറ്റൺ ടർബൈൻ ഇസ് എ ഹൈ ഹെഡ് ടർബൈൻ. ഹൈ ഹെഡ് എന്ന് പറയുന്നത് whenever there is water is available at very high head, പെൽറ്റൺ ടർബൈൻസ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് ദാറ്റ് ആ വാട്ടറിന്റെ എന്താണ് എത്ര ഹൈറ്റിലാണ്, ഹൈറ്റ് കൂടുന്നതനുസരിച്ച് കൂടുതൽ എനർജി സ്റ്റോർഡ് ആയിരിക്കും. ബിക്കോസ് potential energy will be more. So whenever there is water is available at higher heads, then the Pelton turbines are used. So with the Pelton turbine എന്ന് പറയാൻ കാരണം it's invented by the American scientist Lester Alan Pelton. 1870s ഇതിന്റെ ഇൻവെൻഷൻ ഉണ്ടായത്. So that schematic diagram, you can see the schematic diagram of the turbine. ഇവിടെ schematic diagramത്തിന്റെ main components നോക്കുക. You have a runner here. റൊട്ടേറ്റിംഗ് പാർട്ട് ആണ് സെന്ററിൽ ഒരു അതിന്റെ റൊട്ടേഷൻ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഓൺ ദി വീൽ യു ഹാവ് നമ്പർ ഓഫ് ബക്കറ്റ്സ് ഫിക്സ്ഡ്. അപ്പോൾ ആ റണ്ണറിന്റെ പെരിഫറിയിൽ യു ഹാവ് എ നമ്പർ ഓഫ് ബക്കറ്റ്സ്, മോർ ദാൻ വൺ സീരീസ് ഓഫ് ബക്കറ്റ്സ്, യു ക്യാൻ സേ സീരീസ് ഓഫ് ബക്കറ്റ്സ് ആർ ഫിക്സ്ഡ്. പിന്നെ അത് ഒരു പാർട്ട്. പിന്നെ ഈ റണ്ണറിനെ കവർ ചെയ്തിട്ട് യു ഹാവ് എ കേസിംഗ് ഹിയർ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഒരു നോസിൽ നീഡിൽ അറേഞ്ച്മെന്റ്. ഇവിടെ ഒരു നീഡിൽ കാണാം, നീഡിൽ എഴുതിയിട്ടുണ്ട് അവിടെ. യു ഹാവ് എ നോസിൽ. ഈ പെൻസ്റ്റോക്ക് എന്ന് പറയുന്ന പൈപ്പ് ലൈൻ, ഈ ഡാമിൽ നിന്ന് വരുന്ന റിസർവയറിൽ നിന്ന് വരുന്ന പൈപ്പ് ലൈൻ ആണ് ഈ പെൻസ്റ്റോക്ക് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. ആ പെൻസ്റ്റോക്കിന്റെ എൻഡിൽ യു ഹാവ് എ നോസിൽ. ആ നോസിൽ ഫ്ലോയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു നീഡിൽ അറേഞ്ച്മെന്റ് ഉണ്ട്. അതായത് ഈ നീഡിൽ യു ക്യാൻ മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്. So this by moving this forward and backward direction you can control the nozzle area so that the amount of water that is getting out that will vary. അത് കൂടാതെ ഒരു ജെറ്റ് ഡിഫ്ലക്ടർ എന്ന് കാണിച്ചിട്ടുണ്ട്. Then another important part is the brake nozzle. ഇവിടെ ഒരു brake nozzle, ഈ പാർട്ടിൽ ഒരു brake nozzle ഉണ്ട്. So these are the major components of a Pelton wheel. ഇനി ഇത് ഓരോന്നിന്റെയും എന്താണ് ഫംഗ്ഷൻ, ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതിലോട്ട് വരാം. So the important parts: runner with the buckets, then the casing, then the nozzle with the needle arrangement, jet deflector, then brake nozzle. So these are the important components of a Pelton turbine. ഇനി റണ്ണറിന്റെ പ്രത്യേക ഇതിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല. റണ്ണർ എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് പാർട്ടാണ്. ഈ ബക്കറ്റ്സ് ഇതിന്റെ കാര്യം കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് അടുത്ത സ്ലൈഡിൽ ഞാൻ പറയാം. ഇനി ഇവിടെ ഇതാണ് റൊട്ടേറ്റിംഗ് പാർട്ടാണ് റണ്ണർ എന്ന് പറയുന്നത്. ഇനി ടെയിൽ റേസ് നിങ്ങൾക്ക് അറിയാം. ഇതിന്റെ റണ്ണറിലോട്ട് വരുന്ന വാട്ടർ ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ഇറ്റ് വിൽ go to this channel. That channel is called tail race. അപ്പോൾ അതിലെ ടെയിൽ റേസ് ടെയിൽ വാട്ടർ എഴുതിയിരിക്കുന്നതാണ്. ഇനി ഇവിടെ ഈ നീഡിൽ അറേഞ്ച്മെന്റ് എന്ന് പറയും. ഇതിന്റെ റിക്വയർമെന്റ് എന്താണ്? ഈ ടർബൈനെ കൺട്രോൾ ചെയ്യുന്നതിന് പർപ്പസ് എന്താണ്?
What is the purpose of that needle there? Can you guess? Sir, is it to control the water flow through the jet? Then the purpose of okay, that I already told. That is for controlling the quantity. അത് എപ്പോഴാണ് അത് ആവശ്യം വരുന്നത്? ഓക്കെ, അപ്പൊ അതായത് നമ്മൾ ടർബൈൻ ആക്ച്വലി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടർബൈൻ ഈസ് ഫോർ ജനറേറ്റിംഗ് പവർ. ഹൗ ഡു യു ഗെറ്റ് ദ പവർ? ഹൗ ഡു യു യൂസ് ദിസ് പവർ? ടർബൈൻ ജനറേറ്റ് ചെയ്യുന്ന പവർ എങ്ങനെ യൂസ് ചെയ്യുന്നത്? വേർ ഇറ്റ് ഈസ് യൂസ്ഡ്? ഇല്ല, ഇപ്പൊ വാട്ടർ എനർജിയെ കൺവേർട്ട് ഹൈഡ്രോളിക് എനർജി കൊണ്ട് ഇത് കൺവേർട്ടഡ് ആയി മെക്കാനിക്കൽ എനർജി. യു ആർ പവർ ഈസ് അവൈലബിൾ അറ്റ് ദ ഷാഫ്റ്റ്. ഹൗ ഡു യു ടാപ്പ് ദിസ് പവർ? Rotating the generator. അതെ, അതായത് ഈ ജനറേറ്റർ കപ്പിൾ ചെയ്തേക്കുന്നത് എവിടെയാണ്? ടർബൈനുമായിട്ട് കപ്പിൾ ചെയ്തേക്കുന്നത്. സോ ദിസ് മെക്കാനിക്കൽ പവർ ഇസ് കൺവേർട്ടഡ് ഇൻടു ഇലക്ട്രിക്കൽ പവർ. ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇതിന്റെ കൺട്രോളിങ്ങിന്റെ ആവശ്യം എന്ന് പറയുമ്പോൾ പവർ ജനറേഷൻ, സപ്പോസ് ദ റിക്വയർമെന്റ് ഈസ്, നമ്മൾ ഇലക്ട്രിക്കൽ പവർ അതിന്റെ ആവശ്യം 100 മെഗാവാട്ട് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അതായത് ഒരു പവർ, ആ പർട്ടിക്കുലർ പവർ പ്ലാന്റിന്റെ റിക്വയർമെന്റ് സപ്പോസ് ഇറ്റ് ഈസ് ലെറ്റ് ഇറ്റ് ബി 100 മെഗാവാട്ട്. ഈ 100 മെഗാവാട്ട് പവർ പെട്ടെന്ന് നമ്മുടെ കൺസംഷൻ കുറഞ്ഞു, കുറഞ്ഞു, ആൻഡ് ദ ഡിമാൻഡ് ഈസ് ഓൺലി 100 മെഗാവാട്ട്. 100 മെഗാവാട്ട് വേണ്ടിടത്ത് അതിന്റെ കൺസംഷൻ കുറഞ്ഞതിന്റെ ഒരു ഡിമാൻഡ് കുറഞ്ഞു, നമുക്ക് 10 മെഗാവാട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ മതി പവർ. സോ വാട്ട് യു ഹാവ് ടു ഡു? എന്ത് ചെയ്യണം? ഈ ടർബൈൻ ജനറേറ്റ് ചെയ്യുന്ന പവർ എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ഇതിന്റെ നിങ്ങൾ വാട്ടർ ഇതിലോട്ട് വരുന്ന ഇമ്പാർട്ട് ചെയ്യുന്ന ഫോഴ്സിന് അല്ലെ. വർക്ക് ഡൺ എന്ന് പറയുന്നത് പവർ ഈസ് ആക്ച്വലി ഫോഴ്സ് ഇമ്പാർട്ടഡ് ഇൻ ടു ബക്കറ്റ് സ്പീഡ് ആണ്. സോ ദ ക്വാണ്ടിറ്റി ഇതിലോട്ട് വരുന്ന സ്ട്രൈക്ക് ചെയ്യുന്ന വാട്ടർ ക്വാണ്ടിറ്റിയെ നമുക്ക് കുറയ്ക്കണം. അപ്പൊ ഇതിന്റെ പവർ ജനറേഷൻ കുറയും. അപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നീഡിൽ അറേഞ്ച്മെന്റ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ നോസിലെ നീഡിലെ മുമ്പോട്ട്, when you push it forward, when the needle is pushed forward, what will happen? That will reduce the area there. ഇവിടെ ഏരിയ കുറയ്ക്കും. ഏരിയ കുറഞ്ഞു കഴിയുമ്പോൾ ആ ക്വാണ്ടിറ്റി പാസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയെ കുറയ്ക്കും. ബൈ ഇൻക്രീസിങ് ദിസ് ഏരിയ, ബൈ പുള്ളിങ് ഇറ്റ് ബാക്ക്വേർഡ് ഡയറക്ഷൻ, ദാറ്റ് കൂടുതൽ ഓപ്പണിംഗ് ആവും, കൂടുതൽ വാട്ടർ ചെന്ന് വീഴും. അപ്പൊ അതാണ് ഈ നീഡിൽ അറേഞ്ച്മെന്റ്. പക്ഷെ പിന്നെ അത്രയും ഒരു നീഡിൽ അറേഞ്ച്മെന്റ് ഉള്ളപ്പോൾ വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദിസ് ജെറ്റ് ഡിഫ്ലക്ടർ? ദെൻ നീഡിൽ അറേഞ്ച്മെന്റ് ഞാൻ പറഞ്ഞു എന്താണ്? ക്വാണ്ടിറ്റി നമുക്ക് വേരി ചെയ്യാം. Thereby you can reduce the quantity of water striking the rotor depending on the load requirement. ജനറേറ്ററിലുള്ള ലോഡിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഇതിന്റെ പവർ ജനറേഷൻ നമുക്ക് വേരി ചെയ്യാൻ വേണ്ടി, കുറയ്ക്കാനോ കൂട്ടാനോ വേണ്ടി അല്ലെ, കുറയ്ക്കുകയും ചെയ്യാം കൂട്ടുകയും ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? You can use this needle arrangement. Then what will be the purpose of that jet deflector? ഇതായിരിക്കും. എന്തെങ്കിലും ഗസ്? ഇനി ഓക്കെ, സോ ദാറ്റ് ജെറ്റ് ഡിഫ്ലക്ടർ ഈ വരുന്ന നോസിലിൽ നിന്ന് വരുന്ന ജെറ്റിനെ ഡിഫ്ലക്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വന്ന് ഈ ബക്കറ്റിൽ സ്ട്രൈക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ജെറ്റ് ഡിഫ്ലക്ടർ എന്നുള്ള ഉദ്ദേശിക്കുന്ന മീനിങ് അത് തന്നെയാണ്. അതായത് ഈ വരുന്ന ജെറ്റിനെ ഡിഫ്ലക്ട് ചെയ്ത് ഇതിന്റെ പാത്തിനെ അങ്ങ് മാറ്റിക്കളയാം. ഈ ബക്കറ്റിൽ വരുന്നതിന് വരെ ഇത് ഡൈവേർട്ട് ചെയ്ത് വിടുക. അത് എന്തിനാണെന്ന് പർപ്പസ്? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞു, 100 മെഗാവാട്ടിൽ നിന്ന് 10 മെഗാവാട്ടായിട്ട് റെഡ്യൂസ് ചെയ്യണം. ഈ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്? ഇതിന്റെ അനുസരിച്ച് ക്വാണ്ടിറ്റി കുറയ്ക്കണം. ഈ കുറയ്ക്കുന്നത് യു ഷുഡ് നോട്ട് ഡു ഇറ്റ് ഓൾ ഓഫ് എ സഡൻ. വാട്ട് വിൽ ഹാപ്പൻ വെൻ യു ഡു ഇറ്റ് ഓൾ ഓഫ് എ സഡൻ? നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഏരിയ കുറച്ച് അതിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുമ്പോൾ ആ ഫ്ലോ റിക്വയർമെന്റ് പെട്ടെന്ന് ഒരു വാൽവ് നമ്മൾ നല്ല പ്രഷറിൽ വരുന്ന വാട്ടർ നമ്മൾ പെട്ടെന്ന് വാൽവ് അടയ്ക്കും. എന്ത് പറ്റും? ഇഫ് യു ക്ലോസ് ഇറ്റ് ഇൻസ്റ്റന്റേനിയസ്ലി, വാട്ട് വിൽ ഹാപ്പൻ? Will it cause any problem? Hello? Suppose you have a pipeline through which water is flowing at high pressure, and suppose you suddenly close the valve. നമുക്ക് വാട്ടർ കൺട്രോൾ ചെയ്യണം. ഞാൻ പെട്ടെന്ന് ക്ലോസ് ചെയ്തു, ഒറ്റ സ്ട്രെച്ചിനങ്ങ് സ്റ്റോപ്പ് ചെയ്തു. വാട്ട് വിൽ ഹാപ്പൻ? Are you there? Hello? Hello? Yes, sir. Tell me. കേൾക്കാം സർ. പറയൂ.
കേൾക്കാന്നുള്ളത് അതല്ല നിങ്ങൾ ഞാൻ ചോദ്യത്തിന് ഉത്തരം പറയും. നമ്മളൊരു വാൽവ്, പൈപ്പിന്റെ വാൽവ് പെട്ടെന്ന് അടച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ പ്രശ്നം? ഞാൻ പറഞ്ഞു നീഡില് നമുക്ക് റിക്വയർമെന്റ് വാട്ടർ ക്വാണ്ടിറ്റി കുറവ് മതി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മുമ്പിലോട്ട് പുഷ് ചെയ്തു, അപ്പൊ ഏരിയ കുറഞ്ഞു, വാട്ടറിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു. അതിന്റെ പ്രശ്നം എന്താണ്? ഈ പൈപ്പ് ലൈൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? നിങ്ങൾ വാട്ടർ ഹാമർ എന്ന് പഠിച്ചിട്ടുണ്ട്. എന്താണ് വാട്ടർ ഹാമർ? വാട്ട് ഈസ് വാട്ടർ ഹാമർ? ഐ സ്റ്റഡിഡ് ഇറ്റ്. ഹലോ ഹലോ ഇല്ല സാറേ, പഠിച്ചിട്ടില്ല. വാട്ടർ ഹാമർ എന്ന് പഠിച്ചിട്ടില്ല നിങ്ങൾ? വാട്ടർ ഹാമർ, ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ പറയാം. അപ്പൊ ഇവിടെ ആക്ച്വലി നമ്മൾ പെൻസ്റ്റോക്ക് എന്താണ്? പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത് റിസർവയർ എന്ന പവർ ഹൗസിലോട്ട് അല്ലെ ടർബൈനിലോട്ട് വെള്ളം പമ്പ് ചെയ്യുന്നതാണ് ഈ ലാർജ് ഡയമീറ്റർ പൈപ്പ് ലൈൻസ് ആണ് പെൻസ്റ്റോക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഓൾറെഡി ഇതിൽ കൂടി വരുന്ന വാട്ടർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി അറ്റ് വെരി ഹൈ പ്രഷർ. അപ്പൊ ആ പ്രഷറിൽ വരുന്ന വാട്ടർ അല്ലെ ഹൈ വെലോസിറ്റി വരുന്ന വാട്ടർ നമ്മൾ ഈ വാൽവ്, ഇതൊരു ആക്ച്വലി ഒരു വാൽവാണ്, നീഡിൽ വാൽവാണ് അല്ലെ. ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് ക്ലോസ് ചെയ്യുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ ഈ വരുന്നത് ഹൈ വെലോസിറ്റി വരുന്നത് തിരിച്ചങ്ങ് പോകും. എന്ന് വെച്ചാൽ ദർ വിൽ ബി ഫ്ലോ റിവേഴ്സൽ. അപ്പൊ ഇതിന്റെ അകത്ത് ഈ പറയുന്ന ഷോക്ക് വേവ്സ് ഉണ്ടാവും. കാരണം വെച്ചാൽ നല്ല വെലോസിറ്റി വന്ന് ഇടിക്കുക ചെയ്യുന്നത്. മുമ്പോട്ട് വരുന്ന നല്ല സ്പീഡിൽ വരുന്നത് അവിടെ വെച്ച് അങ്ങ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റുക? അവിടെ തട്ടിയിട്ട് അങ്ങ് തിരിച്ചു പോകും. അതായത് ദാറ്റ് വിൽ കോസ് ദി ഫ്ലോ റിവേഴ്സൽ. സോ ദാറ്റ് വിൽ അൾട്ടിമേറ്റ്ലി റിസൾട്ട് ഇൻ ദി ബേസ്റ്റിംഗ് ഓഫ് ദിസ് പൈപ്പ് ലൈൻ. ഇതിന്റെ അകത്ത് ഷോക്ക് വേവ്സ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ പൈപ്പ് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. സോ വാട്ട് we can do here is we can close this needle, use this needle valve so that the valve is get closed, or this opening is get closed gradually, not all of a sudden. അപ്പൊ ഇതിന്റെ ഗ്രാജുവൽ ആയിട്ട് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്താൽ മതി. ഒറ്റയടിക്ക് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിന് പകരം, ഒറ്റയടിക്ക് നമ്മൾ ഇതിനെ അടയ്ക്കുന്നതിന് പകരം വി വിൽ ക്ലോസ് ഇറ്റ് ഓൺലി ഗ്രാജുവലി. പയ്യെ തിരിച്ച് നമുക്ക് ക്ലോസ് ചെയ്യുക. പക്ഷെ അന്നേരം കൂടുതൽ ക്വാണ്ടിറ്റി വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിനെന്ത് ചെയ്യാം? നമുക്ക് ഈ ഇത് വെച്ച് നമ്മൾ ബ്ലോക്ക് ചെയ്താൽ മതി. ഈ ഡിഫ്ലക്ടർ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിട്ട് ദാറ്റ് വിൽ ബ്ലോക്ക് ദി വാട്ടർ കമ്മിങ്. അപ്പൊ ഇതിന്റെ റിക്വയർഡ് അളവിൽ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നമുക്ക് ഡിഫ്ലക്ടർ എടുത്ത് മാറ്റിയാൽ മതി. സോ ദാറ്റ് ദ ക്വാണ്ടിറ്റി, അപ്പൊ എന്ത് പറ്റും? ഇതേ സ്ട്രൈക്ക് ചെയ്യാതെ തിരിച്ച് നേരെ ടൈൽ റേസിലോട്ട് പോയിക്കോളും. ബാക്കി ഇതങ്ങനെ നമ്മൾ വെക്കുമ്പോൾ ഇതേ തട്ടിയിട്ട് തിരിച്ച് ടൈൽ റേസിലോട്ട് പോയിക്കോളും. അതിനാണ് ഈ ഡിഫ്ലക്ടർ യൂസ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം ഇവിടെ കാണാവുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബ്രേക്ക് നോസിൽ കാണിച്ചിട്ടുണ്ട്. ഈ ബ്രേക്ക് നോസിൽ ആക്ച്വലി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിത് സ്റ്റോപ്പ് ചെയ്യുവാണ്. ടർബൈൻ നമ്മളെ പവർ ജനറേഷൻ ആവശ്യമില്ല. സോ വാട്ട് വി വിൽ ഡു ഈസ് വി വിൽ use the deflector, then we'll block this, then we'll gradually close this valve so that finally the nozzle output is 0, so that there is no water jet striking the rotor. അപ്പൊ ഇതിൽ വാട്ടർ ജെറ്റ് സ്ട്രൈക്ക് ചെയ്തില്ലെങ്കിൽ ഇനർഷ്യ കൊണ്ട് വീണ്ടും റൊട്ടേഷൻ കണ്ടിന്യൂ ചെയ്യും. ശരിയല്ലേ? ഇത് ഓൾറെഡി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടാണ്. അപ്പൊ ഞാൻ വാട്ടർ ജെറ്റ് ഇവിടെ സ്റ്റോപ്പ് ചെയ്താൽ ഇതിനൊരു ഇനർഷ്യ കാണും. ഈ റൊട്ടേഷൻ കുറെ നേരത്തേക്ക് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ആ റൊട്ടേഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ what they do here is they will operate this brake nozzle. ഈ ബ്രേക്ക് നോസിൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വാട്ടർ ജെറ്റ് വന്ന് ബക്കറ്റ്സ് സ്ട്രൈക്ക് ചെയ്യുക. അപ്പൊ ഇത് റൊട്ടേറ്റിംഗ് ഡയറക്ഷനിലാണെങ്കിൽ ഓപ്പോസിറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്ത് ഇറ്റ് വിൽ ഫൈനലി അൾട്ടിമേറ്റ്ലി റിസൾട്ട് ഇൻ സ്റ്റോപ്പിംഗ് ദ വീൽ. അപ്പൊ ഇതിന്റെ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രേക്ക് നോസിൽ യൂസ് ചെയ്യുന്നത് ഇവിടെ. അപ്പൊ ഇതാണ് ഈ ബ്രേക്ക് നോസിലിന്റെ ഫംഗ്ഷൻ, ഈ ഡിഫ്ലക്ടറിന്റെ ഫംഗ്ഷൻ, then the needle valve ഫംഗ്ഷൻ. Then one more part ഇവിടെ ഉള്ളത് ഞാൻ പറയാം, കേസിംഗ് പറഞ്ഞു. ഈ കേസിങ്ങിന് ഹൈഡ്രോളിക് ഫംഗ്ഷൻസ് ഒന്നും തന്നെ ഇല്ല. എന്ന് വെച്ചാൽ ഈ കേസിങ്ങിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ വാട്ടർ ജെറ്റ് വന്ന് ഇത് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി സ്പ്ലാഷിംഗ് ഓഫ് വാട്ടർ അത് പുറത്തോട്ട് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു, അല്ലെങ്കിൽ ഈ വാട്ടർ തിരിച്ച് എവിടെയും തട്ടി തിരിച്ച് ടൈൽ റേസിലോട്ട് തന്നെ വരാൻ വേണ്ടിയിട്ട് അത്രയുള്ള ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ ഈ കേസിങ്ങിന്. കേസിംഗ് ഡസ് നോട്ട് സർവ് എനി ഹൈഡ്രോളിക് ഫംഗ്ഷൻ. ഹൈഡ്രോളിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോ ഫോർ എക്സാമ്പിൾ റിയാക്ഷൻ ടർബൈൻസിന്റെ ഇതിലാണെങ്കിൽ ഇത് എയർ ടൈറ്റ് ചേംബർ ആയിരിക്കും. എയർ ടൈറ്റ് ചേംബർ എന്ന് പറഞ്ഞാൽ അവിടെ അതിനൊരു ഹൈഡ്രോളിക് ഫംഗ്ഷൻ ഉണ്ട്. ബിക്കോസ് ദാറ്റ് കേസിംഗ് ആൾസോ കോൺട്രിബ്യൂട്ട് ടു സം റൊട്ടേഷൻ ഓഫ് ദി റണ്ണർ. ഇവിടെ അങ്ങനെയുള്ള ഹൈഡ്രോളിക് ഫംഗ്ഷൻസ് ഒന്നും തന്നെ ഇതിനില്ല. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഫോർ സേഫ് ഗാർഡിങ് ദി റണ്ണർ. ഈ റണ്ണറിനെ സേഫ് ഗാർഡ് ചെയ്യുക, അതുപോലെ തന്നെ വെള്ളം പുറത്തോട്ട് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഈ എൽട്ടൺ ടർബൈന്റെ കേസിൽ
കേസിങ്ങിന്റെ ഫംഗ്ഷൻ. ദെൻ ഓക്കെ, ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിക്കാം നിങ്ങൾ. ബ്രേക്ക് നോസിൽ ഒന്നുകൂടെ പറയാമോ? ബ്രേക്ക് നോസിൽ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞു, ഈ ടർബൈൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വെക്കുക. ടർബൈൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ ജെറ്റ് ഡിഫ്ലക്ടർ ഓപ്പറേറ്റ് ചെയ്യും. ജെറ്റ് ഡിഫ്ലക്ടർ ഓപ്പറേറ്റ് ചെയ്ത് ജെറ്റിനെ ഡൈവേർട്ട് ചെയ്ത് കളയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതങ്ങ് നീഡിൽ വാൽവ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നോസിൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആയി. അപ്പൊ എന്താ, ഈ വാട്ടർ ജെറ്റ് പിന്നെ സ്ട്രൈക്ക് ചെയ്യുന്നില്ല ഇതിന്റെ അകത്ത്. പക്ഷെ ഓൾറെഡി നേരത്തെ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടാണ് റണ്ണർ എന്ന് പറയുന്നത്. അപ്പൊ ആ റൊട്ടേഷൻ നമ്മൾ നോസിൽ നമ്മൾ അടയ്ക്കുമ്പോൾ അന്നേരം തന്നെ റണ്ണർ സ്റ്റോപ്പ് ആവില്ല. കാരണം എന്താ, ഇനർഷ്യ ഉണ്ട്. ആ റൊട്ടേഷൻ പയ്യെ കറങ്ങിയേ നിൽക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ ആ കറക്കത്തെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് നോസിൽ യൂസ് ചെയ്യുന്നത്. ബ്രേക്ക് നോസിൽ എന്ന് പറയുന്നത് ഇത് ഏത് ഡയറക്ഷനിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്, അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യും. അപ്പൊ എന്താ പറ്റുക? ഇതിന്റെ സ്പീഡ് ഒന്നുകൂടെ വീണ്ടും കുറയും. മനസ്സിലായോ സാറേ? അപ്പം ബ്രേക്ക് നോസിലോട്ട് സപ്ലൈ ചെയ്യുന്ന വാട്ടർ എന്ന് വെച്ചാൽ നമ്മുടെ പെൻസ്റ്റോക്കിൽ നിന്ന് വരുന്ന വാട്ടർ അല്ലല്ലോ, വേറെ വേണമെന്നില്ല. അതിന് ഒരു ഹൈ പ്രഷറിലാണ്. അതൊരു പമ്പാവാം, അല്ലെങ്കിൽ ഇതിന്റെ തന്നെ എവിടെ ഏതെങ്കിലും ഒരു ബൈപ്പാസ് ആവാം. ഓക്കെ, മനസ്സിലായില്ല? അതിന്റെ പമ്പ് വെച്ച്. കാരണം ഈ പറയുന്ന ജെറ്റ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് പിന്നെ സ്പീഡ് കുറയും. പഴയ എന്താണ്, നമ്മളിത് ഫുൾ പവർ ജനറേഷൻ സമയത്ത് ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡിൽ ഇത് റൊട്ടേറ്റ് ചെയ്യത്തില്ല. ഇതിന്റെ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഒന്നുകൂടെ സ്പീഡായിട്ട് ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ വാട്ടർ ജെറ്റ് ഡയറക്ട് ചെയ്യുക. അതേ ഉള്ളൂ ഇതിന്റെ. ഒരു വീഡിയോ ഞാൻ കാണിക്കാം. നിങ്ങൾ കാണാം, ഒരു യൂട്യൂബ് വീഡിയോ ആണ്. അതിന്റെ ജസ്റ്റ് ഇത് മാത്രമേ നോസിലിന്റെ ഇതാ കാണിക്കുന്നു. ഡിഫ്ലക്ടർ ഞാൻ പറഞ്ഞത് അവിടെ ഡിഫ്ലക്ടർ, ഇതാണ് ഡിഫ്ലക്ടറിന്റെ യൂസ് വരുന്നത്. കണ്ടോ അത്? അപ്പൊ ഇത് ജെറ്റ് ഡിഫ്ലക്ടർ യൂസ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ദ ജെറ്റ് ഈസ് ഡിഫ്ലക്റ്റഡ് നൗ. So when you operate that deflector, then I'll show you the brake nozzle. So now the jet is so this is how the just a simulation മാത്രമേ ഉള്ളൂ. ഇവിടെ ജെറ്റ് സ്റ്റോപ്പ് ചെയ്തു. Then brake nozzle is applied so that the wheel finally comes to rest. Okay, so this is how the different components function in Falcon turbine. Okay, അടുത്തതിലോട്ട് പോവാം. So this diagram, okay, അപ്പൊ ഇതിന്റെ ഒരു ഫോട്ടോഗ്രാഫ് ആണ്. ആക്ച്വൽ ടർബൈനിന്റെ ഒരു റണ്ണർ പാർട്ടാണ്. യു ക്യാൻ സീ ദ വീൽ ഓൺ ദ പെരിഫറി ഓഫ് വിച്ച് എ നമ്പർ ഓഫ് ബക്കറ്റ്സ് ആർ ബോൾട്ടഡ്. അപ്പൊ അതിന്റെ ഒരെണ്ണത്തിന്റെ മാത്രം ഫോട്ടോഗ്രാഫാണ്. ബക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ എന്താണ്, സെമി സർക്കുലർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സ്പ്ലിറ്റർ ഉണ്ട്. ഇറ്റ് ഹാസ് ഒരു കപ്പ് ഫോമിലാണ്. കപ്പ് എന്ന് വെച്ചാൽ ഡബിൾ കപ്പ്. സെന്ററിൽ ഒരു സ്പ്ലിറ്റർ, സെന്ററിൽ കാണുന്ന ഈ പോർഷനാണ് സ്പ്ലിറ്റർ എന്ന് പറയുന്നത്. നമ്മൾ ഇത് സ്പ്ലിറ്റർ യൂണിറ്റ്. ഈ സ്പ്ലിറ്ററിലാണ് വന്ന് നോസിൽ ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. സ്പ്ലിറ്ററിൽ വന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് യു ടേൺ എടുക്കും. യു ടേൺ എന്ന് പറയുന്നത് ഇവിടെ ഈ ഓരോ ഇവിടെ നിന്ന് ഈ രണ്ട് പാർട്ടിലും യു ടേൺസ് വന്നിട്ട് തിരിച്ച് ഈ പെരിഫറിന്നത്. സോ ഓൾസോ യു ക്യാൻ സീ ദിസ് എ നോച്ച് ഹിയർ. അതിന്റെ എൻഡ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ബക്കറ്റ് ആയിട്ടല്ല, ഇവിടെ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നോച്ച് കൊടുത്ത വേറെ ഒന്നുമല്ല, ഒരു ബക്കറ്റ് സ്ട്രൈക്ക് ചെയ്ത് അടുത്ത ബക്കറ്റ്, ആ ബക്കറ്റ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്താ പറ്റുക, അത് മുമ്പോട്ട് പോകും. അപ്പൊ അടുത്ത ബക്കറ്റിൽ കൃത്യമായിട്ട് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഷുഡ് നോട്ട് ഈ തൊട്ട് മുമ്പുള്ള ബക്കറ്റ് അതിന്റെ പുറകെയുള്ള ബക്കറ്റിൽ വരുന്ന വാട്ടർ ജെറ്റിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ്
ഈ പറയുന്ന നോച്ച് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത് സ്ട്രൈക്ക് ചെയ്താൽ ഇത് പുഷ് ചെയ്ത് ഫോർവേഡ് ഡയറക്ഷൻ പോകുമ്പോൾ കൃത്യമായിട്ട് അടുത്ത ജെറ്റ് വന്ന് അടുത്തതിൽ സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങും. അതിനു വേണ്ടിയിട്ടാണ് ഈ എൻഡിൽ ഒരു നോച്ച് കൊടുത്തേക്കുന്നത്. സൗദി ബക്കറ്റ്സ് ആർ വർക്കിംഗ്. ഞാൻ ഈ പറഞ്ഞ കണ്ടൻസും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നോട്ട്സ് വായിച്ചു നോക്കുക. പിന്നീട് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ അകത്തുള്ള. ഓക്കെ, ഇനി പറയാം. അനദർ ഫോട്ടോഗ്രാഫ് ഓഫ് എ ലാർജർ റണ്ണർ വീൽ ഫിക്സ്ഡ് വിത്ത് ദി ബക്കറ്റ്സ്. അനദർ ഫോട്ടോഗ്രാഫ്. ഇവിടെ മൾട്ടി ജെറ്റ്സ് കാണാം. അപ്പോൾ നോർമലി നമ്മൾ ഇതിന്റെ അനുസരിച്ചിട്ട് പവർ ജനറേഷൻ അനുസരിച്ച് വാട്ടർ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മോർ ദാൻ 1 ജെറ്റ് വിൽ ബി യൂസ്ഡ്. ഇവിടെ മൾട്ടി ജെറ്റ് ആണത്. 1, 2, 3, 4, 5, 8 ജെറ്റ് ഇതിന്റെ അകത്ത് കാണാം. ഓരോ നോസിലാണ്. മനസ്സിലായോ? മൾട്ടി ജെറ്റ്. ഇത് ഡയഗ്രത്തിൽ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ആ ബക്കറ്റ്സിന്റെ റേഷ്യോ ആണ്. ഇത് ജസ്റ്റ് ഡയഗ്രാം നോക്കി മനസ്സിലാക്കുക നിങ്ങൾ. ഇതിന്റെ കൺസ്ട്രക്ഷൻ ഇതാണ്. ഇത് ഡയമീറ്റർ ലെങ്ത് എന്ന റേഷ്യോസ് ആണ്. സോ ദാറ്റ് യു റീഡ് ഇറ്റ് ആൻഡ് understand. Another important point to be mentioned here is this deflection angle is normally നമ്മൾ പറഞ്ഞ ഐഡിയൽ കേസ് ആണെങ്കിൽ 180 ആണ്. അതായത് ഇതാണ് ജെറ്റ് വരുന്ന ഡയറക്ഷൻ, തിരിച്ചു പോകുന്ന ഡയറക്ഷൻ ഇതാണ്. ഇവിടെ നിന്നാണ് തിരിച്ചു പോകുന്നത്, ഈ ടിപ്പിൽ നിന്ന്. സോ ഇത് ഓൾമോസ്റ്റ് 180 ഡിഗ്രി ആണ് തിരിയുന്നത്. ബട്ട് തിരിച്ചു വരുന്ന ജെറ്റ് ഒരിക്കലും അടുത്ത ബക്കറ്റിൽ ചെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് that has to be directly go to the tail race. So normally 180 അല്ല പോകുന്ന ഒരു 160-170 റേഞ്ചിലുള്ള ഡിഫ്ലക്ഷൻ ആംഗിൾ ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. So now this is the velocity that you can draw. നമ്മളൊന്ന് വരച്ചെടുത്തോളൂ. Now we will write the equation for the force work efficiency for the belt and wheel. So what you see right now is the velocity diagram for the belt and wheel. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇവിടെ നോക്കുക, വെലോസിറ്റി ഡയഗ്രത്തിൽ ഇൻലെറ്റ് വെലോസിറ്റി ഡയഗ്രം എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ട്രയാങ്കിൾ ഒന്നും അല്ല, ഒരു ലീനിയർ ഡയഗ്രാമാണ്. ലൈനേ ഉള്ളൂ ഈ അടുക്ക് വരുന്നത്. കാരണം ബിക്കോസ് ഇൻലെറ്റില് ജെറ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി ആണ് ജെറ്റ് വരുന്നത്. ബക്കറ്റ് ഈസ് ആൾസോ മൂവിങ് ഹൊറിസോണ്ടലി, ടാൻജൻഷ്യൽ തന്നെയാണ് രണ്ടിന്റെയും. അതുകൊണ്ട് ബോത്ത് വെലോസിറ്റി വി ആൻഡ് യു ബക്കറ്റ് വെലോസിറ്റി ആർ ഇൻ ദി സെയിം ഡയറക്ഷൻ. രണ്ടും ടാൻജൻഷ്യലാണ്. So that you can represent like this. Ln എന്നുള്ള വെക്ടറാണ് എൻറ്റയർ. ഇത്രയേ ഉള്ളൂ ഡയഗ്രാം. അതിൻ്റെ അകത്ത് നൊട്ടേഷൻസും കാര്യങ്ങളുമാണ് ഇതിൻ്റെ അകത്ത് മാർക്ക്. അത് എന്താണെന്നുള്ളത് നമുക്ക് പറയാം. ഇങ്ങോട്ട് വരാം. എക്സിറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ ആസ് യൂഷ്വൽ because it is leaving at certain angle. So we have a velocity triangle here basically. So you draw this diagram. ഡയഗ്രാം നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ട്. എവിടെയാ നമ്മള് കറൂഡ് വെയിന്റെ സെന്ററിൽ സ്ട്രൈക്ക് ചെയ്യുന്നതായിട്ടൊക്കെ പറയുന്നത്. അത് തന്നെ ഇത് വരുന്നത്. ഇനി സെന്ററിൽ വരുമ്പോൾ അത് ലീനിയർ ഡയഗ്രാമും എക്സിറ്റ് ലൈനിന്റെ ട്രയാങ്കിൾ, വെലോസിറ്റി ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞെങ്കിൽ പറയണേ. ചെയ്തിട്ട് പറയണം. നേരത്തെ വരച്ചിട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ അകത്ത് ടേംസും കാര്യങ്ങളും എനിക്ക് രണ്ടാമത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഓൾറെഡി ഈ നൊട്ടേഷൻസ് ഒക്കെ ഫെമിലിയർ ആണ്. നിങ്ങൾ ഒത്തിരി തവണ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഓരോ ടർബൈൻ്റെ കേസിൽ ഒരു മെഷീൻ്റെ കേസ് സ്പെസിഫിക് ആയിട്ട് അതിനെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണെന്നുള്ളത് ഇക്വേഷൻസിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങൾ മാത്രം പറയണമെന്ന് മാത്രമേ ഉള്ളൂ.
So if you have completed it, I will explain. Diagram വരച്ചു കഴിഞ്ഞോ? ഇല്ല. Okay. So here inlet velocity diagram എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ്. ഇൻലെറ്റിലെ both velocity, jet velocity as well as bucket velocity are in the tangential direction. So V1, U1 എന്ന് പറയുന്നത് VR1 എന്ന് പറയുന്നതും സെയിം ഡയറക്ഷനിലാണ് വരുന്നത്. അതായത് VR1 എന്ന് പറയുന്നത് you can take V1 minus U1. So you can say VR1 here, VR1 equal to എന്താണ് V1 minus U1. So VR1 ആ V1 minus U1 ആണ് ഇവിടെ MN. ഈ ഡയഗ്രത്തിൽ MN എന്നുള്ള ഡിസ്റ്റൻസ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തായിരിക്കും? So this MN is VR1. Then V1 L N എന്ന് പറയുന്ന V1 ആണ്. That is same as VW1 because ഇതിന്റെ vertical component ഒന്നുമില്ല, horizontal component മാത്രമേ ഉള്ളൂ. So VW1 എന്ന് പറയുന്നത് V1 തന്നെയാണ്. So you can say VW1 is same as V1. Then another thing is alpha and theta. Alpha എന്ന് പറയുന്നത് എന്തായിരുന്നു? നോസിൽ ആംഗിൾ ആണ്. നോസിൽ ഇവിടെ എന്താണ്? horizontally ആണ് വരുന്നത്. Alpha is 0. Then theta is also 0 because VR1 is also in the tangential direction. So theta is also 0. Then U1 എന്ന് പറയുന്നത് U1 and U2. ഇനി ഓക്കെ അതവിടെ നിൽക്കട്ടെ, U1 അവിടെ നിൽക്കട്ടെ. ഇനി എക്സിറ്റിലാണെങ്കിൽ എന്താണ്? സോ ദിസ് ഈസ് V2 കാണിച്ചിട്ടുണ്ട് അവിടെ. ദെൻ U2 അതിന് ക്ലോസിംഗ് സൈഡ് വരുന്ന VR2 വരും, റിലേറ്റീവ് വെലോസിറ്റി, ആൻഡ് ദാറ്റ് ആംഗിൾ ഈസ് phi. Then here V2 horizontal ആയിട്ടുള്ള ആംഗിൾ ആണ് ബീറ്റ, ബ്ലേഡ് ആംഗിൾ ബീറ്റ. So U2 then VF2 എന്ന് പറയുന്നത് ഇതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് because V2 is inclined at beta. So this absolute velocity vector at the exit is having both vertical and horizontal components. So vertical component VF2, horizontal component VW2. So all those are marked there in the diagram. Then U1 and U2. How will you find U1 and U2? U1 and U2 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അതിന്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. വീലിന്റെ ഡയമീറ്റർ അറിയാന്നുണ്ടെങ്കിൽ, വീൽ ഡയമീറ്റർ അറിയാന്നുണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ ഇതാ ഡയഗ്രാം. ഈ ഡയഗ്രത്തില് ഇതില് this is the point where the jet strike the so this is the point where the jet strike, ഈ പോയിന്റിലാണ് ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നത്. And it leaves from this tip. ഒന്നെങ്കിൽ ഇവിടെ നിന്ന് അല്ലെ മറ്റേ ടിപ്പ് എടുക്കുക. അപ്പൊ ഇവിടെയാണ് എക്സിറ്റ്. ദിസ് ഇസ് ദി എക്സിറ്റ്. അപ്പൊ ഈ രണ്ട് പോയിന്റ് ഇൻലെറ്റ് പോയിന്റ്, എക്സിറ്റ് പോയിന്റ്, ദേ ആർ അറ്റ് ദ സെയിം റേഡിയൽ ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു വീലിന്റെ സെന്ററിൽ നിന്ന് എടുക്കുവാണെങ്കിൽ ഇത് രണ്ടും ഒരു പോയിന്റിലാണ്, ഒരേ റേഡിയൽ ഡിസ്റ്റൻസിലാണ്. ദർ ഈസ് നോ ഡിഫറൻസ് ഇൻ ദി റേഡിയൽ ഡിസ്റ്റൻസ്. സോ ദാറ്റ് ഈസ് U1 and U2 വിൽ ബി U1 equal to U2 equal to U. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? How will you find out the bucket velocity? നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബക്കറ്റ് വെലോസിറ്റി കാണുന്നത് from the U1 U2 we can calculate from the known value of the wheel diameter. അതാണ് ഈ ഇക്വേഷൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഇക്വേഷൻ ആണ്
U1, U2 you can find out from this equation. U1, U2 is 5D n by 60. അവിടെ capital letter D എന്ന് പറയുന്നത് എന്താണ്? Capital D is wheel diameter. Notations ഒക്കെ എഴുതി വെക്കണം കേട്ടോ, wheel diameter. Then how will you find the jet velocity? Jet velocity എന്ന് പറയുന്നത് V1 is, if you know the net head available to the turbine. Turbine net head ന്റെ value അറിയാന്നുണ്ടെങ്കിൽ, you can find the jet velocity using this relation. So this is the equation for V1. V1 equal to CV into root of 2GH. ഇവിടെ H എന്ന് പറയുന്നത് net head, CV എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം നോസിലിന്റെ വെലോസിറ്റി കോഎഫിഷ്യന്റ്. നമ്മള് ഫ്ലൂയിഡ് മെക്കാനിക്സിലെ നോസിൽ കോഎഫിഷ്യൻസ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? വെലോസിറ്റി കോഎഫിഷ്യന്റ്, കോൺട്രാക്ഷൻ കോഎഫിഷ്യന്റ്, then point of discharge, ഇതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. So V1 jet velocity is CV, coefficient of velocity into root of 2GH. H is net head. H, how will you find out the net head? Already കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു എന്താണ് net head is gross head minus frictional loss. Net head എന്ന് പറയുന്നത് gross head Hg minus HF. HF is the frictional head. How will you find out that frictional head? So this equation HF is 4FLV square by 2GD. ഇത് ഏതാ equation? ഇത് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാ. ഏതാണ് ഈ equation? ഏതാണ്? This equation is Darcy's equation. അല്ലേ? Darcy's friction factor ആണ് equation ആണ്. So this is Darcy equation. Okay. ബാക്കിയുള്ള കാര്യങ്ങളല്ല. പിന്നെ ഇവിടെ ഡാസി ഇക്വേഷനിൽ നോക്കുക, ഈ ഫ്രിക്ഷണൽ ഹെഡ് വരുമ്പോൾ 4FLV square by 2GD സ്റ്റാർ. ഡയമീറ്റർ എടുത്തിരിക്കുന്നത് D സ്റ്റാർ എന്നുള്ളതാണ് ഇവിടെ ഡയമീറ്റർ പറഞ്ഞേക്കുന്നത്. D സ്റ്റാർ എന്താന്ന് നോക്കുക, is not the wheel diameter, is the penstock diameter. പൈപ്പ് ലൈനിലെ ഫ്രിക്ഷന്റെ ഹെഡ് ലോസ് ആണ് നമുക്ക് എടുക്കേണ്ടത്. അതുകൊണ്ട് ഡയമീറ്റർ എടുക്കുമ്പോൾ ഇവിടെ D സ്റ്റാർ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് മാറ്റി മാർക്ക് ചെയ്യുക. D സ്റ്റാർ ഈസ് ഡയമീറ്റർ ഓഫ് ദ പൈപ്പ്, അല്ലെങ്കിൽ പെൻസ്റ്റോക്കിന്റെ ഡയമീറ്റർ. അപ്പോൾ 3 ഡയമീറ്റേഴ്സ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെയാണ്. D, സ്മോൾ d എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ജെറ്റ്. നമുക്ക് നോസിലിന്റെ ഏരിയ കാണുന്നുണ്ടെങ്കിൽ 5/4 D സ്ക്വയർ എടുക്കാനായിട്ട് ഈ D എടുക്കുക. ദെൻ ജെറ്റ് വെലോസിറ്റി, ബക്കറ്റ് വെലോസിറ്റി കാണാനായിട്ട് πdn/60 ഡയമീറ്റർ ഓഫ് ദ വീൽ D. D സ്റ്റാർ എന്ന് പറയുന്നത് പെൻസ്റ്റോക്കിന്റെ ഡയമീറ്റർ, അത് ഫ്രിക്ഷണൽ ലോസ് കാണാനായിട്ട് കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് വരുന്നത്. Then how will you find out the force exerted? ഫോഴ്സ് എക്സെർട്ടഡ് കാണാനായിട്ട് നമ്മൾ ഓൾറെഡി ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഏതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്? Fx is rho A. അതായത് ഏത് കേസാണ്? വീൽ ഫിക്സ്ഡ് വിത്ത് എ സീരീസ് ഓഫ് വെയിൻസ്. സിംഗിൾ വെയിൻ അല്ല, സീരീസ് ഓഫ് വെയിൻസ് ആണ്. സോ ദാറ്റ് ഇക്വേഷൻ ഈസ്, ജനറൽ ഇക്വേഷൻ എന്തായിരുന്നു? വാട്ട് വാസ് യുവർ ജനറൽ ഇക്വേഷൻ? ഫോഴ്സിൻ്റെത് ഫോഴ്സ് Fx is rho A V1 into VW1 plus or minus VW2. ജനറൽ ഇക്വേഷൻ. ഈ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്ലസ് ആൻഡ് മൈനസ് സൈൻ എപ്പോഴായിരുന്നു നമ്മൾ പറഞ്ഞത്? ഹലോ, ഈ പ്ലസ് ആൻഡ് മൈനസ് സൈൻ എപ്പോഴാ? നോൺ ദയർ. പേര് വിളിക്കണോ? ഋതിക് രാജൻ ഉണ്ടോ? ഋതിക് രാജൻ ആബ്സെന്റ്. ആബ്സെന്റ് ആണ്. ഷൈൻ ബി ജോസ്. also absent. Sriraj. ഹലോ, കണക്ഷൻ പോയോ? ഇല്ലല്ലോ. യദുകൃഷ്ണ സാർ ഉണ്ടോ? ഉണ്ട്. അന്ന് പറയൂ, ഞാൻ ചോദിച്ചെന്താണ് ഈ പ്ലസ് മൈനസ് എപ്പോഴാണ് വ്യത്യാസം വരുന്നത്? ഞാൻ പേര് വിളിച്ചവരുടെയൊക്കെ അറ്റൻഡൻസ് പോയി കേട്ടെ. ഇന്ന് ആബ്സെന്റ് ആണ് മറക്കാൻ പോകുന്നത്.
Fx equal to rho A V1 VW1 plus or minus VW2. ഈ പ്ലസ് ഓർ മൈനസ് എന്താണ് ഇവിടെ? ജനറൽ ഇക്വേഷൻ രണ്ട് ജനറൽ ഇക്വേഷൻ പ്ലസും മൈനസും ഉണ്ടല്ലോ, അതുകൊണ്ട് എന്താണ് പ്ലസ് മൈനസ് എന്നുള്ളത്? എപ്പോഴാണ് പ്ലസ് എടുക്കുന്നത്, എപ്പോഴാണ് മൈനസ് എടുക്കുന്നത്? ഇമ്പാക്ട് ഓഫ് ജെറ്റില് സീരീസ് ഓഫ് എയിംസ് പറഞ്ഞപ്പോഴും സിംഗിൾ ജെറ്റിന്റെ കേസിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു. ഇത് സീരീസ് ഓഫ് എയിംസ് വരുമ്പോൾ ഡയറക്ഷൻ സെയിം ആകുമ്പോൾ പ്ലസും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ നെഗറ്റീവ്. എപ്പോഴാണ് അത്? ഹൗ ഡു യു define it? VW1, anyone, any other person? Tom C. വലിയ പിടുത്തമൊന്നുമില്ല. മുഹമ്മദ് ഒരാളെ വിളിക്കും. ഷാ. Depending on the beta value. Beta എന്ന് പറയുന്നത് നമ്മൾ ആ എക്സിക് വെലോസിറ്റി ട്രയാങ്കിളിലെ absolute velocity vector inclination പറഞ്ഞു. That beta, if it is less than 90, plus sign എടുക്കും. Because on that case, that VW and VW2 will be in the opposite directions. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ മൈനസ് ചെയ്ത് ഡിഫറെന്റ് സൈൻസ് വരും. നമ്മൾ എടുക്കുമ്പോൾ അത് വരും. അതുകൊണ്ട് ബീറ്റ ഗ്രേറ്റർ ദാൻ 90 വരുമ്പോൾ മൈനസ് സൈൻ വരും. ആൻഡ് ബീറ്റ ഇഫ് ഇറ്റ് ഈസ് 90, VW2 വാല്യൂ വിൽ ബി 0. ഇതാണ് ജനറൽ ഇക്വേഷൻ വരുന്നത്. ആൻഡ് ദിസ് ജനറൽ ഇക്വേഷൻ എഫക്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ then work done per second, how will you find out? Work done per second will be this Fx into u. Fx into u ആണ്. Fx into u എന്ന് പറയുന്നത് rho a v1 vw1 plus or minus vw2 into u. ഈ ഇക്വേഷൻ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നേരത്തെ പറയാത്തൊരു കാര്യം പറയുന്നത് this equation is called as Euler equation. Euler equation derive ചെയ്യാൻ പറഞ്ഞാൽ നേരത്തെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് Euler's equation. So this is the Euler's equation which is applicable for all hydraulic machines, whether it is a compressor, turbine, pump, എല്ലാത്തിന്റെ കേസിൽ ഇത് ആപ്ലിക്കബിൾ ആണ്. ഇത് പ്ലസ് ഓർ മൈനസ് ഈ VW1 VW2 പ്ലസ് സൈനും തിരിഞ്ഞു വരുന്നുള്ളൂ. ഇപ്പൊ ടർബൈന്റെ കേസിൽ എഴുതുമ്പോഴും കംപ്രസറിന്റെ കേസിൽ എഴുതുമ്പോഴും രണ്ട് ടൈപ്പ് മെഷീൻ ആണ്. ഒന്ന് പവർ അബ്സോർബിംഗ്, ഒന്ന് പവർ ജനറേറ്റിംഗ് ആണ്. So when you write those equations for turbine and pump, these terms ഈ VW1 VW2 അതിന്റെ സൈനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ വ്യത്യാസം. അപ്പൊ അത് മനസ്സിലാക്കാം. So this is general expression which is known as Euler's equation, applicable for all hydraulic machines. Now we will come to this specific to the Pelton wheel. Pelton wheelന്റെ പ്രത്യേകത എന്താണ് നിങ്ങൾ നോക്കുക. Pelton wheelന്റെ വെലോസിറ്റി ഡയഗ്രം നമ്മൾ വരച്ചപ്പോൾ what we understood from this diagram is beta is always 90 degree. ഇത് തിരിച്ച് ഇതിന്റെ ഷേപ്പ്, ബക്കറ്റിന്റെ ഷേപ്പ് ഇതാണ്. So in all cases this beta value will be less than 90 for Pelton turbine. So this beta value will be less than 90 degree for Pelton turbine, so that what we have is Fx will be plus sign മാത്രം മതി ഇവിടെ. So for Pelton turbine now we can write Fx equal to rho a v1 into vw1 plus vw2, and from this you can get the work done per second or power generated by the turbine runner is Fx into u, so that is rho a v1 vw1 plus vw2 into u. So this gives the equation for the power generated by the runner. Now you can calculate the hydraulic efficiency of the turbine by taking the ratio of the runner power to the water power. The work done per second എന്ന് പറയുന്നതാണ്. This is the work done per second is runner power. The numerator is runner power. This is the power generated by the runner, and the denominator is the water power. Water power means what? Kinetic energy. Jetinde actual etra energy content aanu jetine undannulladu. So that is the numerator is runner power. The denominator is the water power. Okay. So the runner power is the same equation, rho a v1 vw1 plus vw2 into u by half rho a v1 into v1 square, the kinetic energy. So finally what you have is hydraulic efficiency of the turbine as 2u vw1 plus vw2 by v1 square. ഇനി ഒരു കാര്യം കൂടി പറയാം, എന്നിട്ട് നിർത്താം, നാളെ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് hydraulic efficiency നമ്മൾ define ചെയ്തു. Now you can define the condition for the maximum hydraulic efficiency. How will you find out?
The condition for the maximum value. നേരത്തെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അത്. Will you get the maximum condition from here? So you find out the so you have this equation. So you do the substitution. ഇത് നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് I'm not going to explain this in detail because you have done the same procedure when we studied the impact of jet on series of curved vanes. അപ്പോൾ അതൊന്ന് റെഫർ ചെയ്യുക. So what you do here is you will substitute for VW1, VW2 in terms of these angles, and finally will get an equation for thermal hydraulic efficiency like this. Then to define the maximum efficiency, what we do is we will find the derivative d by du of that hydraulic efficiency term. അപ്പോൾ അതിന്റെ first derivative maximum condition first derivative 0 ആയിരിക്കും. So you pay d by du for that hydraulic efficiency to 0. Then simplify it. What you get is u is equal to u equal to v1 by 2. What does it mean? If maximum hydraulic efficiency ആവണമെന്നുണ്ടെങ്കിൽ efficiency hydraulic maximum ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് ടർബൈനിന്റെ ബക്കറ്റ് സ്പീഡ് എന്ന് പറയുന്നത് u should be half the jet velocity. So when the efficiency is maximum, the bucket speed is half the jet velocity. U എന്ന് പറയുന്ന bucket speed, v1 എന്ന് പറയുന്ന jet velocity. So when u equal to v1 by 2, we have the maximum efficiency. So you can substitute this relation in the previous equation so that we get the condition for the equation for the maximum hydraulic efficiency. Eta h max equal to 1 plus substitute either simplify the variable. What you finally get is eta h max equal to 1 plus cos phi by 2. The equation തന്നെ നിങ്ങൾ നേരത്തെ ഡെറൈവ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ നോക്കുക വേണമെങ്കിൽ റെഫർ ചെയ്ത് നോക്കുക. 1 plus cos phi by 2. So if phi is 0, what does it mean? Or what will be the value of eta max, eta h? The എക്സിറ്റിലെ ഡിഫ്ലക്ഷൻ 180 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ what will be the hydraulic efficiency then? If phi is 0, ഇതായിരിക്കും hydraulic efficiency is 100%. So eta you will be eta h max value you will get equal to 1. That means it is 100%. That's the ideal case ആണ്. I told you phi is always having some value, not 0. Ideal case is നമ്മൾ 0 വെച്ച് പറയുന്നത്. Okay. So that with that I am ending today's class. കുറച്ചുകൂടി കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. Okay, that we will continue in the tomorrow session. Okay. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വായിച്ചു നോക്കുക. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ പറയാനുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കുക. അതർവൈസ് ഐ ആം സ്റ്റോപ്പിംഗ്. നമ്മുടെ ക്ലാസ് നോട്ട് സബ്മിഷൻ ലിങ്ക് വന്ന് കാണും. For those who completed the note, you can submit right now. Otherwise, complete it, then submit. Okay. Any doubts? Okay, then thank you very much.